ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു നല്ല സീസൺ, അതായത് നവരാത്രിയുടെ ദിവസങ്ങളൊക്കെ വരുന്നു. എല്ലാവർക്കും ഹോളിഡേ മൂഡ് അങ്ങനെയൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്ന പിള്ളേർക്ക് ഹോളിഡേ ഒക്കെയുള്ള സമയം ഒരു നോളജ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ മുതിർന്നവർക്ക് ഓൾഡ് ഏജ് ഈസ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയും. അപ്പോൾ പണ്ടുള്ളവർ പറയുമല്ലോ, 6ഉം 60ഉം ഒരുപോലെ, 70ഉം 7ഉം ഒക്കെ ഒരുപോലെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് ആ ചൈൽഡ്ഹുഡിലുള്ള ആ ചേഷ്ടയൊക്കെ കാണിക്കുവാനായിട്ട് ഉള്ള ഒരു മൂഡ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറവി കൊണ്ടൊക്കെ അങ്ങനെ ആയി പോകുന്നതായിരിക്കാം. ടോട്ടലി സീനിയർ സിറ്റിസനായിട്ടുള്ളവർക്ക് ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് കിട്ടിയിരിക്കുകയാണ്. ഈ അവസരത്തെ നമ്മൾ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താം. അതായത് എല്ലാവർക്കും 60 വയസ്സ് വരെയോ അല്ലെങ്കിൽ 7 വയസ്സ് വരെയൊന്നും ജീവിക്കാൻ സാധിച്ചെന്ന് വരുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തി ഹോളിഡേ പോകാൻ പറ്റുന്നവർക്ക് ഹോളിഡേ പോവുക, ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ വിശ്രമവും അതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ, പ്രത്യേകിച്ച് ഷുഗറും BP-യും അതുപോലെ കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരും ഇല്ലാത്തവർക്കും നല്ലത് തന്നെയാണ്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനും ആ സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിടക്കുന്നതിന് മുമ്പ് 2-3 മണിക്കൂർ സമയം കിട്ടും. മരുന്നൊക്കെ കഴിച്ച് മരുന്നുള്ളവർക്ക് എന്തായാലും നമ്മളുടെ ആ ഒരു ഉറക്കത്തിന് മുമ്പായിട്ടുള്ള കുറച്ച് സമയം ഡയജഷനെയൊക്കെ സഹായിക്കും. ടോട്ടലി നമുക്ക് ഹെൽത്തിന് നല്ല കാര്യമാണ് വേഗം ആഹാരം കഴിക്കുന്നത്. പിന്നീട് വെള്ളമോ അല്ലെങ്കിൽ വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ടോട്ടലി ഇതൊരു നോളജ് ഷെയറിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു ടീച്ചർ ജോവിയൽ മോഡിൽ ക്ലാസ്സിൽ പിള്ളേരോട് ഇടപെടുകയാണെങ്കിൽ ക്ലാസ് എത്രമാത്രം റിലാക്സ്ഡും ഹാപ്പിയും ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും വളരെ പ്ലസൻ്റായിട്ട് ചിയർഫുള്ളായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അതായത് ഈ അതായത് ജോയ്ഫുൾ സ്പിരിറ്റ് അത് വന്നിട്ട് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിൻ്റെ ഒരു ചാമാണെന്ന് പറയാം. അതായത് ചിയർഫുൾ ചാം ഓഫ് ജൂപ്പിറ്റർ പ്ലാനറ്റ്. ആ ഒരു തമാശ പറയുകയും അതുപോലെ എപ്പോഴും ജോവിയലായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ അവർക്ക് ആ മൂഡ് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവരെ ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടുപോകാനായിട്ടുള്ളതൊക്കെ ഒരു പ്രത്യേക കഴിവുകളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള ആൾക്കാർക്ക് അത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഈ വാക്ക്, അതായത് ഇത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ജോവിയൽ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. അതായത് എനിത്തിങ് റിലേറ്റഡ് ടു ജോബ്, അതായത് ജോവിയാലിസ് എന്നാണ് ആ വാക്ക്, ലാറ്റിൻ വേർഡ്. അതിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് ജോവിയൽ എന്നുള്ള വേർഡ് ഉണ്ടായത്. അത് അവിടെ ഒരു റോമൻ ഗോഡ്സിൻ്റെ കിങ്ങാണ് ജൂപ്പിറ്റർ. ജോവെന്നും എന്നെ പറയാറുണ്ട്. അപ്പോൾ അത് ഓഫൻ ഇതുമായിട്ട് സംബന്ധിച്ച് നിൽക്കുന്ന, അതായത് നല്ല ഹ്യൂമറായിട്ടും ജോയ്ഫുള്ളായിട്ടും ഇരിക്കുന്ന ഒരു മൂഡ് തരുന്ന ആ ഒരു ഗുഡ് റിലേഷൻഷിപ്പും ഗുഡ് എൻവയറമെൻറ്റ് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഫീലിംഗാണ്. അപ്പോൾ അത് ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞല്ലോ. എല്ലാ പ്ലാനറ്റ്സിൻ്റെയും കഴിഞ്ഞും ഇന്ന് നമ്മുടെ എർത്തിലുള്ള ഏറ്റവും വലിയ പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക, ഒരു ഫാമിലി ഗാദറിങ്ങിൽ എല്ലാവരും വന്നിട്ട് ചിരിച്ച് സന്തോഷിച്ച്
സ്റ്റോറികളൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഷെയറിങ്ങൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു ജോവിയൽ അറ്റ്മോസ്ഫിയർ എത്ര നല്ലതായിരിക്കും അല്ലേ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ കൂടെ എല്ലാവരും ചാടി കളിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം എല്ലാം ഷെയർ ചെയ്തും സന്തോഷിച്ചുമൊക്കെ കഴിഞ്ഞ ആ ദിവസങ്ങൾ അത് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ മനസ്സ് വെക്കണം, നമ്മൾ ചിരിക്കണം, നമ്മൾ ഒരു ഷെയറിങ് അനുഭവങ്ങളോ സ്റ്റോറീസൊക്കെ ഷെയറിങ്ങൊക്കെ ചെയ്ത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസരമാക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വാക്ക് എസ്പെഷ്യലി അത് ഏൻഷ്യൻ്റ് മെത്തോളജി ഉള്ള ഒരു ഈ ലാംഗ്വേജ് എങ്ങനെയാണ് എവോൾവ് ആയെന്നുള്ളതിൻ്റെ ഒരു ഇതിനെയും കുറിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഫണ്ണെന്നുള്ള ഒരു മീനിങ്ങിലാണ് അത് ഈ വേർഡ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പായുടെ ജോവിയൽ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ എന്തെങ്കിലും ഒരു തമാശ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ റൂം ഫുള്ള് എല്ലാവരും ചിരിച്ച് ഒരുമാതിരി ലാഫിങ് ലൈറ്റ് വീഴുന്ന പോലെ ആയിരിക്കും. അത്രയും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ഫ്രീ ടൈമിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് ചെറുപ്പക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് കുട്ടികൾക്കും ആകാം, എല്ലാവർക്കും ആകാം. അല്ലാതെ പ്രായമുള്ളവർക്ക് മാത്രമല്ല ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ വേർഡ് വന്നിട്ട് ഈ ജോവിയൽ എന്നുള്ള വേർഡ് വന്നിട്ട് നമുക്ക് മനസ്സിലേക്ക് ഒരു ഒരു വാമത്ത് ആൻഡ് ഹാപ്പിനെസ് ഫീലിംഗ് കൊണ്ടുവരും എന്നുള്ളതാണ്. മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്ക്രൈബിംഗ് ആണെന്ന് പറയാം. അതായത് ഏറ്റവും ലൗഡ് വൺസിനോടുള്ള ആ ഒരു നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ, അവരോട് ഒരു കൂടെ ചിലവഴിക്കുന്ന ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സ്, അതൊക്കെ വളരെ അതിനെയൊക്കെ ഡെസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് ഈ വേർഡ്, ഈ ജോവിയൽ എന്നുള്ള വേർഡ് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തമാശ നോക്കുകയാണെങ്കിൽ ഈ ആസ്ട്രോളജിയിൽ ആൾക്കാർ ഈ സാജിറ്റേറിയസ് എന്ന് പറയുന്ന ആ സ്റ്റാറിൽ, അതായത് വെസ്റ്റേൺ ഇതിൽ ആസ്ട്രോളജിയിൽ ജനിച്ചിരിക്കുന്നവർ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അവർ വളരെ ജോവിയലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും സാജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവരുടെ മൂഡും അവരുടെ ജോവിയലും നിങ്ങൾക്ക് അവരോടൊപ്പം സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവുമായിരിക്കും. അതുപോലെ തന്നെ ഒരു ജൂപ്പിറ്റർ സ്പിരിറ്റ്, നമുക്ക് ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ പറയുമ്പം വ്യാഴം എന്ന് പറയും. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും വ്യാഴത്തിൻ്റെ നോട്ടവും അതിൻ്റെ അനുഗ്രഹമൊക്കെയുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ വന്നിട്ട് 17th സെഞ്ച്വറിയിലാണ് ഇത് ഒറിജിൻ ലാറ്റിനിൽ ഉണ്ടായത്. അതിനുശേഷം അതൊരു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് എല്ലാ ഫണ്ണും അതുപോലെ തമാശ കാര്യങ്ങളെല്ലാം നമുക്ക് ജോയ്ഫുൾ, ചിയർഫുൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സന്തോഷത്തിൻ്റെ അവസരങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു വാക്കാണ് ജോവിയൽ എന്നുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം, ഒരു ജോവിയലായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ദിവസം ആശംസിക്കുകയാണ്. ബൈ ടു ആൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.